കൊൽക്കത്തയിൽ നിയമവിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ 3 പേർ അറസ്റ്റിൽ. ഒരാൾ പൂർവ്വ വിദ്യാർത്ഥിയും 2 പേർ കോളേജ് വിദ്യാർത്ഥികളുമാണ് എന്നാണ് വിവരം. വിവാഹാഭ്യർത്ഥന നിരസിച്ചതിന്റെ പ്രതികാരമാണ് കൃത്യത്തിന് കാരണമായത് എന്ന സംശയത്തിലാണ് പോലീസ് ഉള്ളത്. പ്രതി TMC നേതാവാണെന്ന് BJP ആരോപണം ഉയർത്തുന്നു. സ്വമേധയാ കേസെടുത്ത് ദേശീയ വനിതാ കമ്മീഷനും വിനീത VG വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, ഇപ്പോൾ വനിതാ കമ്മീഷന്റെ ഇടപെടലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് വനിതാ കമ്മീഷൻ. ഇതിലൊരു പ്രതി TMC നേതാവാണ് എന്ന BJPയുടെ ആരോപണം, അതിന്റെ വിശദാംശങ്ങൾ എന്താണ് വിനീത? നേരത്തെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ദേശീയ വനിതാ കമ്മീഷൻ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഈ ദേശീയ വനിതാ കമ്മീഷൻ തന്നെ ഈ സംഭവത്തിൽ സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്. 3 ദിവസത്തിനുള്ളിൽ ഈ സ്ഥിതിഗതികൾ ഉൾപ്പെടുത്തി വിശദമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് വനിതാ കമ്മീഷന്റെ നിർദ്ദേശം. ഒപ്പം തന്നെ ഇരയ്ക്ക് പൂർണ്ണമായ മാനസിക പിന്തുണയും മെഡിക്കൽ സഹായവും ഉറപ്പാക്കണമെന്നും ദേശീയ വനിതാ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിനെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആരോപണത്തിലേക്ക് കൂടി എത്തിക്കുകയാണ് BJP. TMCയുടെ വിദ്യാർത്ഥി സംഘടനയായ TMCPയുടെ അംഗമാണ് ഈ പ്രതികളിൽ ഒരാൾ, ഈ പ്രധാന പ്രതി എന്നാണ് BJPയുടെ ആരോപണം. കേസിലെ പ്രധാന പ്രതി TMC വിദ്യാർത്ഥി സംഘടനയായ തൃണമൂൽ ശാസ്ത്ര പരിഷത്ത് അംഗമെന്നാണ് BJP ആരോപിച്ചിരിക്കുന്നത്. ശരി, വിനീത VG ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.